മെയ് 11 തിങ്കളാഴ്ച നടന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPL 2026-ലെ 55-ാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെതിരെ വളരെ നിർണായകമായ ഒരു 3 വിക്കറ്റ് വിജയം സ്വന്തമാക്കി. ധർമ്മശാലയിലെ മനോഹരമായ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന വളരെ വാശിയേറിയ ഈ മത്സരത്തിൽ പഞ്ചാബ് ഉയർത്തിയ 211 റൺസിന്റെ വലിയ വിജയലക്ഷ്യം ഡൽഹി വിജയകരമായി പിന്തുടർന്നു. ഈ ജയം ക്യാപിറ്റൽസിന് വളരെ നിർണായകമായിരുന്നു. ഇത് അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് വലിയ ഉണർവ് നൽകി. അതേസമയം ടൂർണമെന്റിൽ പഞ്ചാബ് കിങ്സിന്റെ തുടർച്ചയായ 4ാമത്തെ തോൽവി കൂടിയായി ഇത്. പഞ്ചാബിന്റെ ഹോം ഗ്രൗണ്ടുകളിലൊന്നായ HPCA സ്റ്റേഡിയം റൺമഴ കണ്ടിട്ടുള്ള സ്റ്റേഡിയം എന്ന അതിന്റെ പേര് കാത്തുസൂക്ഷിച്ചു. മനോഹരമായ പർവ്വതനിരകളുടെ പശ്ചാത്തലത്തിൽ ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ചാണ് അവിടെ ഒരുക്കിയത്. ക്യാപ്റ്റൻ അക്ഷർ പട്ടേലിന്റെ നേതൃത്വത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് മികച്ച പോരാട്ടവീര്യവും തന്ത്രപരമായ ബാറ്റിംഗും കാഴ്ചവെച്ച് പഞ്ചാബിന്റെ വലിയ സ്കോറിനെ മറികടന്നു. ഈ ജയത്തോടെ അവർക്ക് പ്ലേ ഓഫ് സാധ്യതകൾ ഗണിതപരമായി ഇപ്പോഴും നിലനിർത്താൻ കഴിഞ്ഞു. 2026 മെയ് 12-ലെ കണക്കനുസരിച്ച് IPL 2026 പോയിന്റ് ടേബിളിൽ ഡൽഹി ക്യാപിറ്റൽസ് 7ാം സ്ഥാനത്തേക്ക് എത്തി. 12 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റുമായി 5 ജയവും 7 തോൽവിയുമാണ് അവർക്കുള്ളത്. പഞ്ചാബ് കിങ്സ് ആണെങ്കിൽ അടുത്തിടെയുണ്ടായ തിരിച്ചടികൾക്കിടയിലും 11 മത്സരങ്ങളിൽ നിന്ന് 13 പോയിന്റുമായി 4ാം സ്ഥാനത്ത് തന്നെ തുടർന്നു. 6 ജയവും 4 തോൽവിയും 1 റിസൾട്ടും ഉൾപ്പെടുന്ന ഈ കണക്കിൽ 0.428 എന്ന മികച്ച നെറ്റ് റൺ റേറ്റ് അവർക്ക് സഹായകമായി. ഡൽഹി ക്യാപിറ്റൽസിന്റെ ആവേശകരമായ പിന്തുടരലിന് പിന്നിൽ കുറച്ച് താരങ്ങളുടെ ഉജ്ജ്വല പ്രകടനങ്ങളായിരുന്നു. ക്യാപ്റ്റൻ അക്സർ പട്ടേൽ നിർണായകമായൊരു അർദ്ധസെഞ്ചുറി നേടി ഇന്നിംഗ്സിന് ഉറച്ച അടിത്തറയിട്ട് ടീമിന് വലിയ പിന്തുണ നൽകി. ഡൽഹി ടീമിലേക്ക് തിരിച്ചെത്തിയ ഡേവിഡ് മില്ലറും ഒരു മാച്ച് വിന്നിംഗ് അർദ്ധസെഞ്ചുറി നേടി. മധ്യനിരയിൽ തനിക്കുള്ള പ്രാധാന്യം അദ്ദേഹം അടിവരയിട്ട് കാണിച്ചു. ആശുതോഷ് ശർമ്മയുടെയും മാധവ് തിവാരിയുടെയും പിന്തുണയും എടുത്തുപറയേണ്ടതാണ്. ഡൽഹിയെ വിജയത്തിലേക്ക് നയിച്ചതിൽ അവരുടെ പങ്ക് ചെറുതായിരുന്നില്ല. പഞ്ചാബ് കിങ്സിന്റെ ഭാഗത്ത് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ തകർപ്പൻ ഒരു അർദ്ധസെഞ്ചുറി നേടി തന്റെ ഫോം വിളിച്ചോതി. 5 വിക്കറ്റ് നഷ്ടത്തിൽ 210 റൺസ് എന്ന വെല്ലുവിളി നിറഞ്ഞ സ്കോറിലേക്ക് ടീമിനെ എത്തിക്കുകയും ചെയ്തു. IPL 2026 വേണ്ടി പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കിയ യുവ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറായ കൂപ്പർ കൊന്നോളി 3ാം നമ്പറിൽ ഇറങ്ങി 38 റൺസിന്റെ നിർണായക സംഭാവന നൽകി. ഈ പ്രകടനങ്ങളെല്ലാം IPL 2026 സീസൺ എത്രത്തോളം വാശിയേറിയതാണെന്ന് അടിവരയിടുന്നു. ഡൽഹി ക്യാപിറ്റൽസിന്റെ KL രാഹുലിനെ പോലുള്ള കളിക്കാർ ഓറഞ്ച് ക്യാബ് റേസിൽ ഇപ്പോഴും ശക്തമായ സാന്നിധ്യമാണ്. 11 മത്സരങ്ങളിൽ നിന്ന് 468 റൺസുമായി നിലവിൽ 3ാം സ്ഥാനത്താണ് രാഹുൽ. ഈ ധരംശാലയിലെ കളി IPL 2026-ന്റെ ലീഗ് ഘട്ടം മുന്നോട്ടു പോകുമ്പോൾ രണ്ട് ടീമുകളുടെയും പ്ലേ ഓഫ് സാധ്യതകളെ അങ്ങേയറ്റം സ്വാധീനിക്കുന്ന ഒന്നാണ്. ഡൽഹി ക്യാപിറ്റൽസിന് നില മെച്ചപ്പെട്ടെങ്കിലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. -0.993 എന്നൊരു നെറ്റ് റൺ റേറ്റ് അവർക്ക് വലിയൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് പ്ലേ ഓഫ് ഉറപ്പിക്കണമെങ്കിൽ ശേഷിക്കുന്ന മത്സരങ്ങളിൽ മികച്ച മാർജിനിൽ ജയിച്ചേ പറ്റൂ. മറുവശത്ത് പഞ്ചാബ് കിങ്സ് കുറച്ചുകൂടി സുരക്ഷിതമായ 4ാം സ്ഥാനത്താണെങ്കിലും നിലവിലെ തോൽവികൾ അവസാനിപ്പിച്ച് ടോപ്പ് 4-ൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ അവർക്ക് വേഗത്തിൽ ഫോമിലേക്ക് തിരിച്ചെത്തേണ്ടതുണ്ട്. IPL 2026-ന്റെ ഘടന അനുസരിച്ച് ആദ്യ 4 ടീമുകളാണ് പ്ലേ ഓഫിലേക്ക് മുന്നേറുന്നത്. ക്വാളിഫയർ 1, എലിമിനേറ്റർ, ക്വാളിഫയർ 2, പിന്നെ ഗ്രാൻഡ് ഫൈനൽ എന്നിവയാണ് അതിലുണ്ടാകുക. ചരിത്രം നോക്കിയാൽ ഈ 2 ടീമുകളും തമ്മിലുള്ള മത്സരങ്ങൾ എന്നും തീപാറുന്ന പോരാട്ടങ്ങളാണ് സമ്മാനിച്ചിട്ടുള്ളത്. ഈ സീസണിലും ആ പതിവ് തെറ്റിച്ചിട്ടില്ല. അവരുടെ പ്രകടനത്തിന്റെ ഗതി മാറ്റാൻ കഴിയുന്നത്ര പ്രധാനപ്പെട്ട കളികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ HPCA സ്റ്റേഡിയം ആണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് 1457 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് അവിടുത്തെ സാഹചര്യങ്ങൾ അല്പം വ്യത്യസ്തമാണ്. വലിയ ഷോട്ടുകൾ കളിക്കുന്ന ബാറ്റ്സ്മാൻമാർക്ക് ഇവിടെ എന്നും അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ മെയ് 11 കണ്ടതുപോലെ ഹൈ സ്കോറിംഗ് ത്രില്ലറുകൾ ഇവിടെ പതിവാണ്. മെയ് 24 ലീഗ് ഘട്ടം കഴിയുന്നതോടെ ഓരോ കളിയും അതീവ നിർണായകമാണ്. IPL 2026-ന്റെ ഈ അവസാന ഘട്ടത്തിലെ കടുത്ത പോരാട്ടങ്ങളെ അതിജീവിക്കാൻ പഞ്ചാബ് കിങ്സും ഡൽഹി ക്യാപിറ്റൽസും തീർച്ചയായും കഠിനമായ തന്ത്രങ്ങൾ മെനയുന്നുണ്ടാകും.